ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയ നമ്മളെക്കാൾ ഒരുപാട് വലിയ ഒരു ഓപ്പണൻ്റാണ്. 102-ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്മളും 25-ാം സ്ഥാനത്ത് കിടക്കുന്ന ഓസ്ട്രേലിയയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. എങ്കിലും ഇതിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ സ്പോർട്സ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള ആളുകളാണ്. അപ്പം സ്പോർട്സ് സൈക്കോളജി എങ്ങനെയാണ് ഇത്തരമൊരു കളിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി, വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണുന്നൊരു വിഷയമാണ്. ഇന്ന് കളി കാണുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുക ഇന്ത്യൻ പ്ലേയേഴ്സ് എങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കാണിക്കുന്നത്, അതേപോലെ എന്ത് തരം മൈൻഡ് സെറ്റാണ് അവർ ഗ്രൗണ്ടിൽ പുറത്തെടുക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ്. കാരണം ഇങ്ങനെയുള്ള ഇത്രയും അന്തരമുള്ള രണ്ട് ടീമുകൾ കളിക്കുന്ന പറയുന്നത് വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഏകദേശം ആ കാറ്റഗറിയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഗെയിമിൽ വരുന്ന ബംഗ്ലാദേശിനെ 7-0 ഓസ്ട്രേലിയ കഴിഞ്ഞൊരു കളിയിൽ തോൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻസിൻ്റെ ബാറ് എത്ര ഉയരത്തിലാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ഏത് സ്പോർട്സിലാണെങ്കിലും. കാരണം നമ്മൾ ഈ ബംഗ്ലാദേശിനോടും പാകിസ്ഥാനോടും അഫ്ഗാനിസ്ഥാനോടും കളിച്ച് ചിലപ്പോൾ നമുക്ക് അതിലേറെ കളിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും. പലപ്പോഴും ഇന്ത്യൻ ടീം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിലെങ്കിലും. വലിയ മീനുകളോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ള ടീമുകളോട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടീമുകളോട് മാത്രം കളിക്കുകയും അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളുടെ ബാറ് ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പം അതൊരു പ്രശ്നമാണ്. നേരെ മറിച്ച് നമ്മൾ ഒന്നും കൂടി പോക്കാൻ നോക്കിയാലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ നമ്മുടെ പൊട്ടൻഷ്യൽ എല്ലാം പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു അവസ്ഥയും കൂടി ഞാനിവിടെ ഓസ്ട്രേലിയയോട് കളിക്കുമ്പോൾ ഞാൻ നോക്കി കാണുന്നുണ്ട്. കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികം, ഇപ്പോൾ ഉള്ള കഴിവിനേക്കാൾ ഒരുപാട് അധികം കളിച്ചാലേ ഓസ്ട്രേലിയ പോലെയുള്ള ഒരു ടീമിനോട് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പം എങ്ങനെയായിരിക്കും ഒരു ഓട്ടോമാറ്റിക് എക്സ്പെക്റ്റേഷൻ ലെവലപ്പ് ഉണ്ട് കേട്ടോ ഈ കളിയിൽ. അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫ്ലഡഡ് ആയിട്ടുള്ളതുപോലെ ഡ്രോ കിട്ടിയാലും കുഴപ്പമില്ല, ഇനി കുറഞ്ഞ മാർജിനിൽ തോറ്റാലും കുഴപ്പമില്ല, അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ കളിക്കാരെ സംബന്ധിച്ച്, കളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർത്തും ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റിലായിരിക്കും അവരുണ്ടാവുക അല്ലേ. ഈ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ പരമാവധി അകന്നിട്ടായിരിക്കും നിൽക്കുക. മാത്രമല്ല അവരുടെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തായാലും ജയിക്കണം എന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയറോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പ്രതീക്ഷ ചോദിച്ചാൽ ജയിക്കണം എന്ന് തന്നെയായിരിക്കും. എന്നാൽ കോച്ച് അതേ സ്ഥാനത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മളോട് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. എന്താണത്? പിന്നെ നമ്മൾ ഇതിൽ കളിക്കാൻ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളതാണ്, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. പിന്നെ ഇതിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർഡോഗുകളാണ്. അണ്ടർഡോഗുകൾക്ക് പ്രഷർ കുറയും ഇല്ലേ. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ ജയിക്കും എന്നുള്ളത്. അപ്പം അത് കുറഞ്ഞ പ്രഷറേ ഇന്ത്യൻ ടീമിന് കൊടുക്കുള്ളൂ. അതേ സമയത്ത് ഓസ്ട്രേലിയൻ ടീമിൻ്റെ എക്സ്പെക്റ്റേഷൻസ് വളരെ ഹൈ ആയിരിക്കും. ഇന്ത്യയെ പോലുള്ള ഒരു ടീമിനോട് വലിയ മാർജിൻ, ഇപ്പോൾ 1-2 ഗോളിന് ജയിച്ചാൽ പോലും ഓസ്ട്രേലിയക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റില്ല. അപ്പം വലിയൊരു മാർജിനിൽ തന്നെ ജയിക്കേണ്ടി വരും എന്നൊക്കെയുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് അവർക്കുണ്ടാകും. എന്നാൽ നമുക്ക് ആ എക്സ്പെക്റ്റേഷൻസോ പ്രഷറോ അത്ര ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ടീമിന് കളിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒരു കളിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോളജി നമ്മൾ പറഞ്ഞില്ലേ, സൈക്കോളജി നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അതിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ നോട്ടീസ് ചെയ്യും, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇതിൽ വലിയ മെൻ്റൽ ചാലഞ്ചസ് ഉണ്ടാവും ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയേഴ്സിന് അല്ലേ. അത്രയും വലിയ ഒരു ഓപ്പണൻറ്റിനോടൊരു എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടാവും. ഈ ചാലഞ്ചസ് എങ്ങനെയാണ് ഇന്ത്യൻ ടീം മറികടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോക്കസ് പോയിൻ്റാണ്. ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കരുത്തും അതേപോലെ തന്നെ ശാന്തത നിലനിർത്തുന്നതിൻ്റെ അത്യാവശ്യം വളരെ വളരെ വലുതാണ്. ശാന്തത കൈവിട്ട് കഴിഞ്ഞാൽ ഒന്ന് പാനിക്കായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല, നമ്മുടെ ടാക്ടിക്സുകൾ നടപ്പിലാക്കാൻ പറ്റില്ല, കോച്ചിൻ്റെ തന്ത്രങ്ങളൊന്നും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. സോ ശാന്തത എത്രത്തോളം കമ്പോഷർ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ടീം കളിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കളി കാണുമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അണ്ടർഡോഗ് ട്രംപ് അല്ലേ, അണ്ടർഡോഗുകൾ വന്നിട്ട് അട്ടിമറിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയും ഉണ്ട് ഇല്ലേ, ചില സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം.
ഓക്കെ. റിയലിസ്റ്റിക് അല്ലെങ്കിൽ കൂടിയിട്ട് സ്പോർട്സിൽ ചില വലിയ സ്വപ്നങ്ങൾ കാണാം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സ്പോർട്സിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ കാണാം, നോ പ്രോബ്ലം. സോ ലെറ്റ്സ് എക്സ്പെക്റ്റ്, നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ടീം ജയിക്കുന്നതല്ല തന്നെ. കാരണം നമ്മൾ പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇത്ര വലിയ അന്തരമുള്ള ടീമുകളൊന്നും അല്ലെങ്കിലും പല സമയങ്ങളിലും വലിയ വലിയ അൺഎക്സ്പെക്റ്റഡ് അട്ടിമറികൾ നമ്മുടെ ഫുട്ബോൾ ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല മേഖലകളിലും കണ്ടിട്ടുണ്ട്. സോ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാം അല്ലേ, അങ്ങനെ തന്നെ നിൽക്കാം. ഇന്ത്യ ജയിക്കുമെന്നുള്ള ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് ഈ കളി കാണാം. വേറൊരു കാര്യം, എത്ര വലിയ ഓപ്പണൻ്റ് ആണെങ്കിലും വീക്ക്നെസ്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൻ്റെതായിട്ടുള്ള വീക്ക്നെസ്സുകളുണ്ട്. അത് പലപ്പോഴും ലോകം കണ്ടതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ചുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിസ്റ്റൻസി നിലനിർത്താതെ കയ്യിൽ കിട്ടിയ അവസരങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഓസ്ട്രേലിയ ഡ്രോ സമനില പിടിച്ചിട്ടുണ്ട്, അതേപോലെ തോൽക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒമാനോടുള്ള സമനിലകളൊക്കെ അതിൽ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് ഒമാനോടൊക്കെ സമനില പിടിക്കേണ്ട ഒരു ആവശ്യമില്ല, ശരിക്കും അവർക്ക് വിജയിക്കാവുന്ന കളികളായിരുന്നു. പക്ഷേ അതൊക്കെ കൈവിട്ട് കൊടുത്തിട്ട് നശിപ്പിച്ച കളികളൊക്കെ ഉണ്ട്. അപ്പം ഈ ഓസ്ട്രേലിയയുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളുണ്ട്, ഈഗോസ് മാച്ച്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കളി തന്ത്രങ്ങൾ മെനയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പിന്നെ ഇന്ത്യൻ ടീം കളിച്ച് ജയിക്കും എന്നുള്ള പ്രതീക്ഷകൾ വെക്കണം എന്ന് പറയുമ്പോൾ ഇതിൽ വേറൊരു തരം ഡിസ്കഷൻസ് ഞാൻ കണ്ടു. ഇന്ത്യൻ ടീം ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് നല്ല രീതിയിലാണ് കളിക്കുന്നത് എന്നൊക്കെ ഉള്ള ആ തരത്തിലുള്ള ഡിസ്കഷൻസ് കണ്ടു. എന്നാൽ നമ്മൾ ഫിഫ റാങ്കിങ് എടുത്ത് നോക്കുമ്പോൾ അത്ര വലിയ മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല. 2019 ഇന്ത്യൻ ടീമിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ, കോച്ച് എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 108ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉള്ളത് എന്നാണ്. 2019 108ാം സ്ഥാനത്താണ്, പിന്നീട് 104ആയി, പിന്നീട് അത് 106ആയി, 101 99ലേക്ക് വരുന്നുണ്ട് 2003 ജൂലൈയിൽ. പിന്നീട് നമ്മൾ വീണ്ടും 102ലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം റാങ്കിങ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ ടീം മുന്നേറിയിട്ടില്ല എന്നുള്ള അല്ല, പക്ഷെ നമ്മുടെ ഒപ്പം തന്നെ മറ്റുള്ള ടീമുകളും കൂടി മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു റാങ്കിങ്ങിൻ്റെ അർത്ഥം. നമ്മൾ മാത്രമല്ല ഇതിൽ വലുതാവുന്നത്, ടെക്നോളജീസ് വികസിക്കുന്നുണ്ട്, പുതിയ പുതിയ ഓപ്ഷൻസ് വരുന്നുണ്ട്, നല്ല നല്ല കോച്ചുമാർ ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുണ്ട്. അപ്പം നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വളർച്ചയുടെ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. എല്ലാവരും വളരുന്ന അതേ റേറ്റിലാണ് നമ്മളും വളരുന്നതുണ്ടെങ്കിൽ നമ്മുടെ റാങ്കിങ്ങിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് അവരെക്കാൾ മുൻപന്തിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്കോണമി ഉണ്ട്, നല്ല ഒരു അവസരങ്ങളുണ്ട്. പഴയ പോലെ ക്രിക്കറ്റ് ബോർഡുകൾക്കൊന്നും മറ്റു പ്രസ്ഥാനങ്ങളെ അങ്ങനെ തകർക്കാനൊന്നും പറ്റില്ല. ഫുട്ബോളിൻ്റെയൊക്കെ വളർച്ച നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ക്രിക്കറ്റ് ബോർഡ് ഒക്കെ എത്രത്തോളം അവർ നിരുത്സാഹപ്പെടുത്തിയിട്ടും ഇല്ലേ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് പല അത്ലറ്റ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആകെ ക്രിക്കറ്റിനുള്ളൂ ഇന്ത്യയിൽ സ്ഥാനം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. അവിടെ നിന്നൊക്കെ ഒരു മാറിയിട്ട് ഒരുപാട് വളർന്നു. പക്ഷെ അത് നമുക്ക് നമ്മുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് അതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ റേറ്റ് എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും 10% വളരുമ്പോൾ നമ്മളും 10% വളർന്ന് നമ്മുടെ റാങ്കിങ് ഇതേപോലെ തന്നെ ആയിരിക്കും. അതേസമയത്ത് നമ്മുടെ റേറ്റ് മറ്റുള്ളവരുടേക്കാൾ മുന്നിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു വിഷയം. ഇനി ഇൻഡിവിജ്വലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ചാങ്തെ എൻ്റെ ആൻസർ. കഴിഞ്ഞ നമ്മുടെ ഇന്ത്യൻ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അദ്ദേഹം, മിസോ ഫ്ലാഷ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം നമ്മുടെ അറ്റാക്കിംഗ് ശൈലിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ചാങ്തെ ആയിരിക്കും. ചാങ്തെയുടെ മൈൻഡ് സെറ്റും ബോഡി ലാംഗ്വേജും ആ കോൺഫിഡൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ അദ്ദേഹത്തിൻ്റെ കളിയായിരിക്കും അനലൈസ് ചെയ്യാൻ പോകുന്നത് ഈ കളി കാണുമ്പോൾ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പ്ലെയർ സഹൽ കളിക്കാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ്. സഹലിൻ്റെ കളി കാണാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഖേദമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും അടുത്ത കളിയിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കളി തുടങ്ങുന്നതിന് മുമ്പ്, കളിക്ക് മുമ്പ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. കളിക്ക് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്, കളിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ്.